Hello everyone, welcome back to my channel. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇൻസ്റ്റന്റ് ഓണിയൻ ദോശ. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ്. അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഈ ദോശയുടെ ബാറ്റർ റെഡിയാക്കാം. അതിനായിട്ടൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കുകയാണ്. വറക്കാത്ത റവ എടുത്താൽ മതി. അത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/4 കപ്പ് അവിൽ ചേർത്ത് കൊടുക്കാം. റവയും അവിലും സോക്ക് ചെയ്യാനായിട്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂണോ അല്ലെ ഫോർക്കോ ഉപയോഗിച്ചിട്ട് നല്ലോണം ഇതെല്ലാം മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്നു നോക്കാം. ഇതിപ്പോൾ വെള്ളമൊക്കെ നല്ലോണം അബ്സോർബ് ആയിട്ടുണ്ട്. ഇതന്നെ നമുക്ക് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഈ അവലും റവയും കൂടിയുള്ള മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് നല്ല കട്ടിയുള്ള തൈരാണ്. ഞാനൊരു ഫോർക്ക് വെച്ച് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം അരച്ചെടുത്ത് കൊണ്ടുവരാം. ദോശയുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ദോശയുടെ ബാറ്ററിന് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ആവശ്യം. ഇനി ദോശയുടെ മേലെ സ്പ്രെഡ് ചെയ്യാനായിട്ട് ഒരു മസാല റെഡിയാക്കണം. അതിനായിട്ട് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ ചട്നി പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഈ പൊടിയിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ഒരു ഫ്ലേവർ ഉണ്ടാവും. അല്ലെങ്കിൽ വെള്ളം മാത്രം ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ടാണ് ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ മസാലയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഞാനിവിടെ കാസ്റ്റ് അയൺ പാനാണ് എടുത്തിരിക്കുന്നത്. അത് കാരണം ഞാൻ കുറച്ച് ഓയിൽ തടവുന്നുണ്ട്. നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ ഓയിലിൻ്റെ ആവശ്യമില്ല. ഞാനിപ്പോൾ നല്ലോണം തിന്നായിട്ടാണ് ഈ ദോശ ചുട്ടെടുക്കുന്നത്. ഇത്ര തിന്ന് വേണ്ടെങ്കിൽ കുറച്ച് കട്ടിയായിട്ടും ചെയ്തെടുക്കാം. ദോശ ഒന്ന് ചെറുതായി കുക്കായി വരുമ്പം നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ മസാല ഒന്ന് ദോശയിൽ മൊത്തമായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ദോശയുടെ മേലെ ഇനി കുറച്ച് മല്ലിയിലയും സവാളയും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഈ സവാള ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ ദോശ ഇനി ഒന്ന് മറിച്ചിട്ട് മറ്റേ സൈഡും നല്ലോണം കുക്ക് ചെയ്തെടുക്കാം. ഇൻസ്റ്റന്റ് ഓണിയൻ ദോശ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ ദോശയുടെ കൂടെ ഞാൻ ടൊമാറ്റോ ചട്നിയാണ് സെർവ് ചെയ്തിരിക്കുന്നത്. നല്ല കോമ്പിനേഷനാണ് ഈ ദോശയുടെ കൂടെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ ഫ്യൂച്ചറിൽ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടും കാണാം. അതുവരേക്കും ബൈ.